In this video, we'll be discussing about the fourth topic, Lagrange's interpolation formula. Now, before moving on to this method, let us discuss what we mean by the term interpolation. Suppose we are given the values of y equal to f of x for a set of values of x. For example, let x have the values x0, x1, x2, etc. up to xn, and y have the values correspondingly y0, y1, y2, etc. up to yn. So, interpolation means it's a process of finding the value of y corresponding to any value of x in between x0 and xn. x0യുടെയും xnൻ്റെയും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു x എന്ന് പറഞ്ഞ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു y കണ്ടുപിടിക്കുക എന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് interpolation. On to Lagrange's interpolation method. For this particular method, we are using Lagrange's interpolation formula. And this formula is used for interpolation in case of unequally spaced values of x. ഇനി എന്താണ് അൺഈക്വലി സ്പേസ്ഡ് വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് x0, x1, x2, etc. up to xn ആണെങ്കിൽ വൈക്ക് ഇറ്റ് വിൽ ഹാവ് ദ കറസ്പോണ്ടിങ് വാല്യൂസ് ആസ് y0, y1, y2, etc. up to yn. ഇനി സപ്പോസ് എക്സിന് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി 0, 2, 4, 6, 8, etc. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ that the values of x are equally spaced. ഇവിടെ ആ സ്പേസിങ് തന്നിരിക്കുന്നത് 2 എന്ന് പറഞ്ഞൊരു വാല്യൂല്, ദാറ്റ് ഇസ് 0, 2, ഇപ്പോൾ 2ന് +2 ആഡ് ചെയ്യുമ്പോൾ 4, +2 ആഡ് ചെയ്യുമ്പോൾ 6, അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദ വാല്യൂസ് ഓഫ് എക്സ് ആർ ഈക്വലി സ്പേസ്ഡ്. ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ 0, 1, 3, 4, 8, etc. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് unequally spaced values of x. അപ്പോൾ അങ്ങനെയുള്ള unequally spaced values of xന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് Lagrange's interpolation formula. Suppose we have a function f of x equal to y, and for each x values, that is for each x0, x1, x2, etc. up to xn, it has a corresponding values y0, y1, y2, etc. yn, then the function f of x can be rewritten in the following formula: x minus x1 into x minus x2 into x minus x3, etc. up to x minus xn divided by x0 minus x1 into x0 minus x2 into x0 minus x3, etc. up to x0 minus xn into y0 plus x minus x0 into x minus x2 into x minus x3, etc. x minus xn whole divided by x1 minus x0, x1 minus x2, x1 minus x3, etc. x1 minus xn into y1 plus etc. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോർമുല പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗം പറയാം. ദാറ്റ് ഇസ്, നമ്മൾ ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ഫസ്റ്റ് ടേമിന് നമ്മളിപ്പോൾ x0, y0 എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏത് ടേം വെച്ചിട്ടാണ്? ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് y0 എന്ന ടേം വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മേളിലത്തെ ദാറ്റ് ഇസ് ഇൻ ദ ന്യൂമറേറ്റർ ആ തന്നിരിക്കുന്ന ഓരോ ടേമിൻ്റെയും ഫസ്റ്റ് ടേം എക്സ് ആണ്. എക്സ് മൈനസ് x1, എക്സ് മൈനസ് x2, എക്സ് മൈനസ് x3 എന്ന് പറഞ്ഞിട്ടാണ് അതിങ്ങനെ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ടേം ഉണ്ടോ നമുക്ക് അത്രയും ടേംസ് നമ്മളവിടെ എഴുതണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ന്യൂമറേറ്ററിലില്ല? x0 ന്യൂമറേറ്ററിൽ ഉണ്ടാവില്ല. അത് എവിടെയാണ് ഉണ്ടാവുക? അത് ഡിനോമിനേറ്ററിലാണ് ഉണ്ടാവുക. ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേമിൻ്റെയും കൂടെ എന്തുണ്ടാവും? x0 എന്ന് പറഞ്ഞ ടേം ഉണ്ടാവുകയും ചെയ്യും. x0 മൈനസ് x1, x0 മൈനസ് x2, etc. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം മേളിലുള്ളത് x1, ഇപ്പോൾ എക്സ് മൈനസ് x1, x2, etc. x3 അങ്ങനെ പോകുന്നത് സെയിം ആയിരിക്കും എവിടെ? ഡിനോമിനേറ്ററിലും. ദാറ്റ് ഇസ് എ സെക്കൻഡ് ടേം. x0യുടെ മൈനസ് ഇട്ടിട്ടുള്ള ആ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ദാറ്റ് ഇസ് നമുക്ക് സെക്കൻഡ് ടേം നോക്കാം. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ടേമിൽ എന്താണ് വിളിച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? y1 ഇസ് എ
സെക്കൻഡ് ടേം x1 y1 ആണ് സെക്കൻഡ് ടേം അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ന്യൂമറേറ്ററിൽ വരില്ല? x1 ന്യൂമറേറ്ററിൽ വരില്ല. ഇറ്റ് വിൽ ബി x മൈനസ് x0, ദാറ്റ് ഇസ് എ ഫസ്റ്റ് ടേം. പിന്നെ x മൈനസ് x2 ആണ് വരുന്നത്. തേർഡ് ടേം ആണ് നമ്മുടെ x2. അതാണ് നമ്മുടെ അടുത്ത ടേമായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഡിനോമിനേറ്ററിൽ വി ക്യാൻ സി ദാറ്റ് എല്ലാ ടേമുകളുടെയും ഫസ്റ്റ് വരുന്നത് എന്താണ്? x1 ആണ്. മൈനസ് ന്യൂമറേറ്ററിലുള്ള പോലെ തന്നെ x0 ഉണ്ടാവും. x1 മൈനസ് പിന്നെ മുകളിലുള്ള പോലെ തന്നെ കറസ്പോണ്ടിങ്ലി എന്തുണ്ടാവും? താഴെ ഉണ്ടാവും. ഇതൊരു മെത്തേഡായിട്ട്, ഇതൊരു ഈസി മെത്തേഡായിട്ട് പറയാണ്, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം.